നമ്മളിൽ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അതായത് അവർക്ക് കയ്യിൽ ഫണ്ട് ഉണ്ടെങ്കിൽ പോലും ബാങ്കിനെ ഡിപ്പെൻഡ് ചെയ്യാൻ, അത് ബാങ്കിനെ ഡിപ്പെൻഡ് ചെയ്യാന്നല്ല ബേസിക്കലി പറഞ്ഞത്. ബാങ്ക് ആക്ച്വലി നമ്മളെക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യാൻ റെഡിയാണ്. എല്ലാ ബാങ്കുകളും ഈ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഡെവലപ്മെന്റിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ബാങ്കുകാർ റെഡിയാണ്. അപ്പൊ നമ്മളുടെ കയ്യിലുള്ള എമൗണ്ടിനേക്കാളും അതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഇൻകം, അതിലുള്ള ഒരു റിട്ടേണിനേക്കാളും ചിലപ്പോൾ റേറ്റ് കുറവായിരിക്കും ബാങ്ക് ലോൺ എന്ന് പറയുന്നത്. അതുകൊണ്ടായിരിക്കാം ആൾക്കാർ ബാങ്ക് ലോൺ പ്രിഫർ ചെയ്യുന്നത്. ബാങ്ക് ലോൺ എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് പേടിയാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചെല്ലുമ്പോൾ തുടങ്ങി ഓരോരോ പേപ്പേഴ്സ് എന്ന് പറഞ്ഞ് നിൽക്കുന്നത്, അതിന്റെ വർക്കിങ്സ്, അതായിരിക്കും ആൾക്കാർക്ക് പേടിയുള്ള ഒരു കാര്യം. അവിടെയാണ് നമ്മളുടെ അടുത്ത് വരുന്ന ക്ലയൻസിന്റെ അടുത്ത് ആർക്കും ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ലോൺ സ്ഥിരമായിട്ട് ചെയ്യുന്നുള്ളത് തന്നെ വേണ്ട ഡോക്യുമെന്റിന്റെ ലിസ്റ്റ് നമ്മുടെ അടുത്തുണ്ട്. ഫസ്റ്റ് നമ്മളുടെ ഓഫീസിൽ നിന്ന് തന്നെ അതിന്റെ ഒരു സ്ക്രൂട്ടിനി കഴിഞ്ഞിട്ടാണ് ഇത് ബാങ്കിന്റെ സൈഡിലോട്ട് പോകുന്നത് തന്നെ. അപ്പൊ അതിന് വേണ്ടുന്ന പേപ്പേഴ്സ് എല്ലാം റെഡിയാക്കുക. പിന്നെ അതിന് ഉള്ള പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ട്, കുറേ ഡോക്യുമെന്റ്സ് ഉണ്ട്. ഇപ്പം നമ്മളൊരു ഹൗസിംഗ് ലോണിന് ചെല്ലുന്ന പോലെ അല്ല ഒരു കൊമേഴ്ഷ്യൽ പ്രൊജക്ടിന്റെ ലോണിനൊക്കെ ചെല്ലുമ്പോൾ അതിന് കൊടുക്കേണ്ട ഡോക്യുമെന്റേഷൻസ് ഒരുപാടുണ്ട്. പക്ഷെ അതിലൊന്നും 1% പോലും എഫോർട്ട് ഇടേണ്ട ആവശ്യമില്ല. അതെല്ലാം നമ്മൾ ടേക്ക് കെയർ ചെയ്യും. നമ്മൾ അത് നമ്മളുടെ ഒരു ജോലിയുടെ ഭാഗമാണ്. നമ്മളൊരു പ്രൊജക്ട് എടുക്കുമ്പോൾ ആ പ്രൊജക്ടിന്റെ പാർട്ടായിട്ട് തന്നെയാണ് നമ്മൾ അതിനെ കാണുന്നത്.